ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ ദോശയും ചക്കക്കുരു മുളകിട്ട കറിയുമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ദോശക്കുള്ള റെഡിയാക്കാം. ആദ്യം ഞാൻ ഉഴുന്ന് ഒരു നൈറ്റ് സോക്ക് ചെയ്തതിന് ശേഷം കുതിർത്തതിന് ശേഷം അരച്ചെടുക്കുവാണ്. അതിനുശേഷം അതൊരു വേറൊരു പാത്രത്തിലോട്ട് ചേഞ്ച് ചെയ്യും. അതേസമയം ഞാൻ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. ഒരു വേറൊരു പാത്രത്തിലോട്ട് ആ റവ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം അരച്ചു വെച്ച ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പാകത്തിന് വെള്ളവും ഒഴിച്ച് പാകത്തിന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ദോശയ്ക്ക് ആക്കുന്ന പോലെ തന്നെ ആ ഒരു പാകത്തിന് മതി. ഇതുണ്ട്, പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, ഈ ഒരു അളവിന് മതിയാവും കേട്ടോ. അതേ കണ്ടോ, ഈ ഒരു പാകത്തിന് ദോശമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തായി നമുക്ക് ചക്കക്കുരു മുളകിട്ടുള്ള കറി റെഡിയാക്കാം. ആദ്യം തന്നെ ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ചക്കക്കുരു അരിഞ്ഞെടുത്തിട്ടുണ്ട്. 5, 6, 7 ഒരു 10 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ചക്കക്കുരു അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടിച്ചും എടുക്കാം, ഇങ്ങനെ അരിഞ്ഞും എടുക്കാം. ടേസ്റ്റി ആയിരിക്കും രണ്ടും. അതേസമയം നമുക്ക് ചക്കക്കുരുവും ഉരുളക്കിഴങ്ങും കൂടെ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ വേവിച്ചെടുക്കാം. ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായതിനു ശേഷം അതേസമയം നമ്മുടെ ചക്കക്കുരുവും ഉരുളക്കിഴങ്ങും വെന്ത് വന്നിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായതിനു ശേഷം ഓയിൽ ആഡ് ചെയ്യുക. ഓയിൽ ചൂടായതിനു ശേഷം നമ്മുടെ കടുക്, 1 സ്പൂൺ കടുക് ആഡ് ചെയ്യുക. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 സ്പൂൺ കായവും കൂടെ ആഡ് ചെയ്യുക. നല്ലോണം മിക്സ് ആക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. അതേസമയം നമ്മുടെ ചക്കക്കുരു ഉരുളക്കിഴങ്ങും വേവിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് വെന്തതിന് ശേഷം അത് ആഡ് ചെയ്യുക. അതിനനുസരിച്ച് ഒരു 3 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുക, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി അടുത്തായി നമുക്ക് ദോശ ചുട്ടെടുക്കാം.
മാവിൽ പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുവാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. താങ്ക്